ഹായ് ഹലോ. സോ ഐ എം റിയലി എക്സൈറ്റഡ്. നിങ്ങളും എക്സൈറ്റഡ് അല്ലേ? ഇന്നാണ് നമ്മുടെ സിനാപ്സ് 22 എക്സാമിൻ്റെ മച്ച് വെയ്റ്റഡ് റിസൾട്ട്സ് ഞാൻ ഇന്നിവിടെ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമ്മുടെ ഡോപ്പ ക്യാപ്സ്യൂൾ റെസിഡൻഷ്യലിലേക്കുള്ള അഡ്മിഷൻസിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന സ്കോളർഷിപ്പ് കം സ്ക്രീനിങ് ടെസ്റ്റ് ആയിരുന്നു സിനാപ്സ് 22 ആൻഡ് വിച്ച് വാസ് ഹെൽഡ് ഓൺ 27th March. ഈ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന എക്സാം ആയിരുന്നു. സോ ഇതിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫസ്റ്റ് 22 റാങ്ക്സ് എന്നായിരുന്നു. സോ ഇത് കഴിഞ്ഞിട്ടുള്ളത് phase 1 എക്സാം ആണ്. ഇനി നമുക്ക് phase 2 എക്സാം വരാനുണ്ട്. സോ phase 1 എക്സാമിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത് 11 പേരെയായിരിക്കും. ഒപ്പം 250 പേരുടെ ഒരു സ്ക്രീൻഡ് സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ തന്നെ phase 2 എക്സാമിൽ നിന്നും നമ്മൾ ഫസ്റ്റ് 11 റാങ്ക്സിലുള്ള കുട്ടികളെയും പിന്നെ നമ്മൾ സ്ക്രീൻഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സോ ഈ phase 1 എക്സാമിൽ നിന്ന് ഫസ്റ്റ് 11 റാങ്ക്സിൽ എത്തിയിട്ടുള്ള കുട്ടികൾക്ക് എക്സൈറ്റിംഗ് സ്കോളർഷിപ്സ് ആണ് കാത്തിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് 3 റാങ്ക്സിൽ വന്നിട്ടുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ടായിരിക്കും നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ക്യാപ്സ്യൂൾ റെസിഡൻഷ്യൽ കോഴ്സ് വിൽ ബി കംപ്ലീറ്റ്ലി ഫ്രീ ഫോർ ദം ആൻഡ് ഓൾസോ ആൻ ആഡഡ് ഗിഫ്റ്റ് ഫ്രം ഡോപ്പ. അതും നമ്മുടെ ഫസ്റ്റ് 3 റാങ്ക്സിൽ വന്നിട്ടുള്ള കുട്ടികൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള 8 പേര് ഫസ്റ്റ് 11 റാങ്കിൽ ഈ 3 കഴിഞ്ഞ് ബാക്കിയുള്ള 8 പേർക്ക് എക്സൈറ്റിംഗ് സ്കോളർഷിപ്പ് ആയിരിക്കും. അവർക്ക് മെറ്റീരിയൽ കോസ്റ്റ് മാത്രം പേ ചെയ്താൽ മതിയാവും, നത്തിങ് എൽസ്. ബാക്കിയെല്ലാം അവർക്ക് ഫ്രീ ആയിരിക്കും, ജസ്റ്റ് ദ മെറ്റീരിയൽ കോസ്റ്റ് ആയിരിക്കും. ദാറ്റ്സ് ആൻ എക്സൈറ്റിംഗ് സ്കോളർഷിപ്പ് ഫോർ ദീസ് സ്റ്റുഡൻസ്. പിന്നെ ബാക്കി നമ്മൾ വന്നിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും, അതായത് 250 പേരുണ്ടാവും ഹു ആർ സ്ക്രീൻഡ് ടു അഡ്മിറ്റ് ഇൻ ടു അവർ ഡോപ്പ റെസിഡൻഷ്യൽ. അപ്പോൾ ഈ 250 കുട്ടികൾക്ക് കോഴ്സ് ഫീ നമ്മൾ 50% ഡിസ്കൗണ്ടിലായിരിക്കും കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഓൾസോ പറയാതിരിക്കാൻ വയ്യ, നമ്മുടെ സിനാപ്സ് 22ന് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് വാസ് സോ ഗ്രേറ്റ്. 1000ഓളം കുട്ടികളാണ് നമ്മുടെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് തന്നെ നമ്മൾ ഈ ഫസ്റ്റ് 11 റാങ്ക്സിൽ സെലക്ട് ചെയ്യാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. യു നോ വാട്ട്, ഈ എഴുതിയ കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് ഒരേ മാർക്ക് വന്ന കുട്ടികളുണ്ടായിരുന്നു. സോ വി ഹാഡ് ടു ഡു ആൻ ഇൻ്റർവ്യൂ. അങ്ങനെ നമ്മൾ ടെലിഫോണിക് ഇൻ്റർവ്യൂ വഴി സെലക്ട് ചെയ്തിട്ടുള്ള 11 കുട്ടികളാണ് നമ്മുടെ ഫസ്റ്റ് 11 റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ ഒരു 250 സ്ക്രീൻഡ് സ്റ്റുഡൻസ് ഹു ആർ ക്വാളിഫൈഡ് ടു ജോയിൻ ടു ക്യാപ്സ്യൂൾ റെസിഡൻഷ്യൽ, നമ്മുടെ റെസിഡൻഷ്യലിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവുക. ബാക്കി വരുന്ന 250 കുട്ടികളായിരിക്കും. ആൻഡ് ഇവർക്ക് നമ്മൾ 50% സ്കോളർഷിപ്പിലായിരിക്കും നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ അധികം ഞാൻ നിങ്ങളെ വലിച്ചു നീട്ടുന്നില്ല, നമ്മൾ പെട്ടെന്ന് റിസൾട്ട് അനൗൺസ് ചെയ്താലോ? ഓക്കെ, ലെറ്റ്സ് സീ ദ റിസൾട്ട്. സോ നമ്മൾ സിനാപ്സ് 22 സ്കോറും ഇൻ്റർവ്യൂവും കൂടെ കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് 3 റാങ്ക്സിൽ വന്നിട്ടുള്ള കുട്ടികളാണ്. യു ആർ മച്ച് വെയിറ്റഡ്, റൈറ്റ്? ആരൊക്കെയാണെന്നറിയോ? സോ ഫസ്റ്റ് റാങ്ക് ഫിദ അമ്പലവൻ, സെക്കൻഡ് റാങ്ക് ഫാത്തിമ ബത്തൂൽ ആൻഡ് തേർഡ് റാങ്ക് ഗോസ് ടു മുഹമ്മദ് അൻസിൽ. കൺഗ്രാറ്റുലേഷൻ ദീസ് വിന്നേഴ്സ്. ഈ 3 പേർക്കും നമ്മുടെ ക്യാപ്സ്യൂൾ റെസിഡൻഷ്യൽ കോഴ്സ് വിൽ ബി കംപ്ലീറ്റ്ലി ഫ്രീ. ദാറ്റ്സ് എ ഗ്രേറ്റ് സ്കോളർഷിപ്പ്. അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇവരെ നമ്മൾ ഇൻ്റർവ്യൂവും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ റാങ്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് റാങ്കിൽ ഫിദയാണ്, സെക്കൻഡ് റാങ്കിൽ വന്നിട്ടുള്ളത് ബത്തൂലാണ് ആൻഡ് തേർഡ് റാങ്ക് ഇസ് ഫോർ അൻസിൽ. സോ കൺഗ്രാറ്റുലേഷൻസ് വിന്നേഴ്സ്. ഇനി ബാക്കിയുള്ള 8 പേര് ആരാന്ന് അറിയണ്ടേ? who are getting the exciting scholarship that അവർക്ക് മെറ്റീരിയൽ കോസ്റ്റ് മാത്രം പേ ചെയ്താൽ മതിയാവും. there is no cost fee or nothing. ഇവരാണ് നമ്മുടെ ഡോപ്പ ക്യാപ്സ്യൂൾ റെസിഡൻഷ്യലിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ള റിമൈനിങ് 8 റാങ്ക്സ്. സോ ദീസ് പീപ്പിൾ ആർ ദ ഫസ്റ്റ് 11 റാങ്ക് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. സോ കൺഗ്രാറ്റുലേഷൻസ് എവറി വിന്നേഴ്സ്. ഫസ്റ്റ് 3 റാങ്ക്സിൽ വന്നിട്ടുള്ള സ്റ്റുഡൻസിന് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും കോഴ്സ്. പിന്നെ വന്നിട്ടുള്ള 11 റാങ്കിലുള്ള 8 കുട്ടികൾക്ക് ഓൺലി മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ കൺഗ്രാറ്റുലേഷൻസ് എവ്രി വൺ, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. സോ അടിപൊളിയായിട്ട് പഠിക്കുക. നീറ്റ് നമുക്ക് സൂപ്പറായിട്ട് ക്രാക്ക് ചെയ്യാം ഈ വർഷം. ഓക്കെ, ഇനി നമ്മൾക്ക് 250 സ്റ്റുഡൻസിൻ്റെ സ്ക്രീൻഡ് ലിസ്റ്റ് ഉണ്ട് ഹു ആർ ക്വാളിഫൈഡ് ടു അഡ്മിറ്റ് ഇൻ ടു അവർ ഡോപ്പ റെസിഡൻഷ്യൽ പ്രോഗ്രാം. സോ ഈ ലിസ്റ്റ് ഇവരാണ് നമ്മുടെ ഡോപ്പ റെസിഡൻഷ്യലിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ള 250 കുട്ടികൾ. ബാക്കിയുള്ള ഇവർക്ക്
50% സ്കോളർഷിപ്പിലായിരിക്കും ക്യാപ്സ്യൂൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. ഇനി നമ്മുടെ ഈ സ്കോളർഷിപ്പിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആയിട്ട് നമ്മുടെ ഡോപ്പ റെപ്രസെൻറ്റേറ്റീവ്സ് നിങ്ങളെ ഓരോരുത്തരെയും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ കൺഗ്രാറ്റുലേഷൻസ് എവ്രി വൺ ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സ്റ്റുഡൻസ് ഹു ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ സിനാപ്സ് 22. അപ്പോൾ മറക്കണ്ട, ഇനി നമുക്ക് സിനാപ്സിൻ്റെ phase 2 വരുന്നുണ്ട്. സോ ഇനി ഇതുവരെ എക്സാം എഴുതാത്ത കുട്ടികൾ ഇനി ടെൻഷൻ ആവണ്ട, സ്കോളർഷിപ്പ് മിസ്സായിട്ടില്ല നിങ്ങൾക്ക്. phase 2 എക്സാം ആണ് വരാൻ പോകുന്നത്. സിനാപ്സിൻ്റെ ഡേറ്റ് നമ്മൾ ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും എന്നാണ് എക്സാം എന്നുള്ള കാര്യം. സോ phase 2 എക്സാമും കൂടെ അറ്റൻഡ് ചെയ്ത് അതിൽ വരുന്ന 11 റാങ്ക്സിനെയും കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, കൺസിഡർ ചെയ്യാനുണ്ട്. ഓൾസോ അതിൽ നിന്നും നമുക്ക് സ്റ്റുഡൻസിനെ സ്ക്രീൻ ചെയ്തെടുക്കാനുണ്ട് ടു ദ ഡോപ്പ ക്യാപ്സ്യൂൾ റെസിഡൻഷ്യൽ. So we are really excited for the phase 2 exam, aren't you? Okay, so എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. phase 2 exam അറ്റൻഡ് ചെയ്തിട്ട് അടിപൊളിയാക്കാം. Okay, so once again congratulations everyone who have won the SYNAPSE 22 phase 1 exam. So phase 2 exam കൂടെ വന്നിട്ട് അതിൻ്റെ റിസൾട്ടും കൂടെ നമുക്ക് കാണാനുണ്ട്, റൈറ്റ്? സോ ഈ ക്യാപ്സ്യൂൾ ക്രാഷ് കോഴ്സിന് പുറമെ ഡോപ്പ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കോഴ്സസ് ഉണ്ട്. സോ നമ്മുടെ കോഴ്സസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സോ ഹാപ്പി ലേണിംഗ് വിത്ത് ഡോപ്പ. താങ്ക് യു സോ മച്ച്.